കാർത്തിക, നിനക്കിന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ പോണോ? ധരൻ ചോദിച്ചപ്പോൾ കാർത്തുവനെ ദേഷ്യത്തിൽ നോക്കി. ആ, ഇനി പോയിട്ട് എന്താ കാര്യമല്ലേ? വെറുതെ ഹാഫ് ഡേ ലീവ് എടുക്കാമെന്നല്ലാതെ എന്താ വിശേഷം? എനിക്ക് ലീവ് വേണം, ഞാൻ പോവുകയും ചെയ്യും. നിങ്ങളെന്തോ വിവരക്കേട് കാണിച്ചു, അത്രമാത്രം ഞാൻ കരുതുന്നുള്ളൂ. വിവരക്കേടോ? അതെ. അങ്ങനാണോടി നീ ഈ താലി കണ്ടത്? അതെ സാർ. എന്ന് കരുതി എനിക്ക് ലഭിക്കാൻ പോകുന്ന നല്ലൊരു ജീവിതം ഞാനായിട്ട് നശിപ്പിക്കാൻ പാടില്ലല്ലോ. നിനക്ക് ലീവ് തന്നാലല്ലേ പോവുള്ളൂ, തന്നില്ലെങ്കിലോ? ഇല്ലെങ്കിലും ഞാൻ പോകും. കാണണോ സാറിന്? ആ, കാണണം. അവനും വിട്ടുകൊടുത്തില്ല. ഈ താലിയുടെ അധികാരം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ, ഈ കാർത്തിക ആരാണെന്ന് നിങ്ങൾ അറിയും. ഓക്കേ, ഞാൻ അറിഞ്ഞോളാം. അവൻ പുഞ്ചിരിച്ചു. നിങ്ങൾ വലിയ കൊമ്പത്തെ ആളായിരിക്കും. ഇഷ്ടം പോലെ പണവും നല്ല ജോലിയും വീടും ഒക്കെ കാണും. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല സാറേ. ഓ, ആയിക്കോട്ടെ മാഡം. സാറേ, ഒരു പെണ്ണിൻ്റെ അനുവാദമില്ലാതെ, അവളുടെ സമ്മതവും ഇഷ്ടവും ഒന്നും അറിയാതെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി താലി ചാർത്തുകയല്ല ചെയ്യേണ്ടത്. അന്തസ്സായിട്ട് അവിടെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കണമായിരുന്നു. എന്നിട്ട് എല്ലാവരുടെയും സമ്മതത്തോടെ 4 ആൾ അറിഞ്ഞ് അവളെ ഭാര്യയാക്കണമായിരുന്നു. അല്ലാതെ ഇത്രമാത്രം തരം താഴ്ന്ന കളിയല്ലായിരുന്നു കളിക്കേണ്ടത്. ഇത്രയ്ക്ക് നാണമില്ലാത്തവനായിരുന്നല്ലേ നിങ്ങൾ? എന്നിട്ടും മറ്റുള്ളവരുടെ മുമ്പിലുള്ള നിങ്ങളുടെ അഭിനയമോ? ദേഷ്യം കൊണ്ട് കിതയ്ക്കുകയാണ് കാർത്തിക. എല്ലാത്തിനും മറുപടിയായി പുഞ്ചിരിയോടുകൂടി ഇരിക്കുകയാണ് ധരൻ അപ്പോഴും. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, വെറുപ്പാണ്. അതുകൊണ്ട് ഈ താലി അഴിച്ചു മാറ്റുന്നുണ്ടോ? അവൻ്റെ ചിരിച്ചുകൊണ്ടുള്ള ഇരിപ്പ് കണ്ടപ്പോൾ കാർത്തു അലറി. ഒച്ച വയ്ക്കാതെ പെണ്ണേ, ദേ ആരെങ്കിലും കേൾക്കും. കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ചെന്ന് എല്ലാവരോടും പറയാം. അറിയട്ടെ എല്ലാവരും ഇങ്ങനെയൊരു ആഭാസനെ. അവൾ സീറ്റിൽ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങിയതും ധരമെന്ന് അവളുടെ കൈക്ക് കയറി പിടിച്ചു. കൊയ്യെടുക്കടോ. കാർത്തു കുതറി മാറാൻ ശ്രമിച്ചു. ഓ, ഇങ്ങനെ ബലം പിടിക്കാതെ പെണ്ണേ, ഈ ചേട്ടൻ തോറ്റുപോകും. അതിന് നിങ്ങൾ തോറ്റോ ധരൻ? തോറ്റത് ഈ ഞാനല്ലേ? എൻ്റെ ജീവിതം വെച്ചല്ലേ നിങ്ങൾ കളിച്ചത്? എന്തിനാ നിങ്ങൾ എന്നോടിങ്ങനെ ചെയ്തത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അവൾ അത്രയും നേരം അടക്കിപ്പിടിച്ച് വെച്ചിരുന്ന ദേഷ്യവും സങ്കടവും എല്ലാം ഒരു പൊട്ടിക്കരച്ചിൽ കൂടി പുറത്തേക്ക് ഒഴുകി വന്നു. കാർത്തിക, അവൻ വിളിച്ചപ്പോൾ അവൾ ഊർന്ന് തറയിലേക്കിരുന്നു. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഈ താലി ഒന്ന് അഴിച്ചു മാറ്റ് പ്ലീസ്. തൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയുന്നവളെ കാണെ ധരന് സങ്കടം തോന്നി. സാർ പ്ലീസ്, എന്നെ ഉപദ്രവിക്കരുത്. ഈ താലി ഇതെൻ്റെ വീട്ടിൽ ആരെങ്കിലും കണ്ടാൽ എനിക്ക് പേടിയാ സാർ, സത്യമായിട്ട് എനിക്ക് പേടിയാ. അവൾ അപ്പോഴും അവൻ്റെ കാലിലെ പിടുത്തം മാറ്റിയിട്ടില്ല. അവൻ അവളെ ഇരു കൈകൾ കൊണ്ടും മേൽപോട്ടുയർത്തി. താൻ ഇങ്ങനെ കരയാതെ, ഞാനിതഴിച്ചു മാറ്റിക്കൊള്ളാം. അവൻ അവളുടെ മിഴിനീർ തുടച്ചു മാറ്റി. ഈ താലിമാല നിന്റെ കഴുത്തിലണിയാൻ ഏറ്റവും കൂടുതൽ അധികാരമുള്ളവൻ തന്നെയാണ് ഞാൻ. പക്ഷേ അത് നിന്റെ ഇഷ്ടത്തോടെ അല്ലായിരുന്നു. ആ ഒരു തെറ്റ് മാത്രമേ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളൂ. എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. അതുകൊണ്ടാണ് പെണ്ണെ. അല്ലെങ്കിൽ ഇതുപോലെ ഒരു തരം താഴ്ന്ന പ്രവൃത്തി ഞാൻ ചെയ്യില്ലായിരുന്നു. നിന്നെ എനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യടി, അതുകൊണ്ടാ. സോറി. കാർത്തു അവനെ സൂക്ഷിച്ചു നോക്കി. നിങ്ങൾ ആരാണ്? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? അവൾക്ക് എന്തൊക്കെയോ സംശയം പോലെ. അവൾ ധരൻ്റെ മുഖത്തു നിന്നും കണ്ണെടുത്തില്ല. ഒക്കെ നിന്നോട് വഴിയെ പറയാം, സമയമാവുമ്പോൾ. എന്നിരുന്നാലും ഈ താലി നിനക്കിനി ഇത് വേണ്ട. അതും പറഞ്ഞുകൊണ്ട് ധരൻ താലിമാല മേൽപോട്ട് വലിച്ചൂരാൻ തുടങ്ങിയതും ഡോറിൽ ആരോ തട്ടി. അവന്തികയായിരുന്നു. അവൾ കയറി വന്നപ്പോൾ ധരൻ തൻ്റെ ചെയറിൽ പോയിരുന്നു. കാർത്തുവാണെങ്കിൽ ഷോള് മേൽപോട്ട് കയറ്റിയിട്ടുകൊണ്ട് അവന്തികയെ
ഒന്ന് നോക്കുക പോലും ചെയ്യാതെ സിസ്റ്റത്തിലേക്ക് കണ്ണുനട്ടിരുന്നു. അവന്തിക അവനോട് എന്തൊക്കെയോ ചോദിച്ചുകൊണ്ട് കുറച്ച് സമയം നിന്നു. ശേഷം കാർത്തുവിനെ അടിമുടി നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പിന്നീട് ധരനും കുറച്ച് തിരക്കുകളിലായിരുന്നു. 1-2 പാർട്ടികൾ അവനെ മീറ്റ് ചെയ്യാനായി വന്നിരുന്നു. അവരുടെ സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കുന്നത് കാർത്തിക കൂടിയാണ്. കാരണം ധരൻ അവിടെ പുതിയ ആളായതുകൊണ്ട് അവൻ അത്ര കണ്ട് ഓഫീസിലെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. സിനാരിയോ ഗ്രൂപ്പ് ധരൻ്റെ കമ്പനിയോടൊപ്പം കിടപിടിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി. അതിൻ്റെ MD-ആയ സിദ്ധാർത്ഥ് വർമ്മയാണ് ഇന്ന് ഓഫീസിലെത്തിയിരുന്നത്. 30-നോടടുത്ത് പ്രായമുള്ള ക്ലീൻ ഷേവൊക്കെ ചെയ്ത ഒരു സുന്ദരനായ യുവാവ്. പിസ്ത ഗ്രീൻ കളർ ഷർട്ടാണ് അവനിട്ടിരിക്കുന്നത്. ഓഫീസിലെല്ലാവരും അവനെ ഒന്ന് നോക്കി. എല്ലാവരെയും വിഷ് ചെയ്തുകൊണ്ട് അവൻ ധരൻ്റെ അടുത്തേക്ക് കയറി വന്നു. ധരൻ്റെ ഒപ്പം കാർത്തുവും നിൽപ്പുണ്ടായിരുന്നു. കാർത്തികയാണെങ്കിൽ അയാൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ മറുപടിയാണ് കൊടുത്തത്. അതെല്ലാം കേട്ടുകൊണ്ട് അവളെ സാകൂതം നിരീക്ഷിച്ച് നിൽക്കുകയാണ് സിദ്ധാർത്ഥ്. അവൻ്റെ നോട്ടം അത്ര ശരിയല്ലെന്ന് കാർത്തുവിന് തോന്നി. പെട്ടെന്ന് അവൾ ധരൻ്റെ പിന്നിലേക്ക് ഒതുങ്ങി. അത് ധരന് വ്യക്തമാവുകയും ചെയ്തു. ഒരു പുഞ്ചിരി അവൻ്റെ ചുടികളിൽ വിരിഞ്ഞു. കാർത്തിക, തൻ്റെ വീടെവിടെയാണ്? ഇടയ്ക്ക് സിദ്ധാർത്ഥ് അവളോട് ചോദിച്ചു. അവൾ സ്ഥലപ്പേര് പറഞ്ഞു. ഓക്കെ, താൻ എവിടെയാ പഠിച്ചത്? എവിടെയോ കണ്ടു മറന്ന പോലെ. ഞാൻ സെൻറ് തോമസിലായിരുന്നു. ഓ ഗ്രേറ്റ്. അവൻ പിന്നെയും ഓരോന്ന് ചോദിക്കാനായി തുടങ്ങിയതും കാർത്തു ധരനോട് ചോദിച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. അവളുടെ പോക്ക് നോക്കിക്കൊണ്ട് സിദ്ധാർത്ഥ് നിൽക്കുന്നത് കണ്ടപ്പോൾ ധരന് അവനിട്ടൊന്ന് പൊട്ടിക്കാനാണ് തോന്നിയേ. കാർത്തു പിന്നിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ഗിരി അവളുടെ അടുത്തേക്ക് വന്നു. പതിവില്ലാതെ അവൻ അവളോട് ലോഹ്യം കൂടിയപ്പോൾ കാർത്തു അവനെ നോക്കി. എന്താടോ, ആദ്യമായിട്ട് കാണും പോലെ? ഏയ്, ഒന്നുമില്ല. വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? സുഖം. അതും പറഞ്ഞുകൊണ്ട് അവൾ മുൻപോട്ട് നടന്നു. അതെ കാർത്തിക, ഇന്നൊരു സർപ്രൈസ് ഉണ്ട്. ഗിരി വിളിച്ചു പറഞ്ഞതും അവൾ തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും അവൻ ആരെയോ ഫോണിൽ വിളിച്ച് അവിടുന്ന് മാറിപ്പോയി. കാർത്തൂനൊന്നും മനസ്സിലായില്ല. ഇതെന്താണ് ഗിരി അങ്ങനെ പറഞ്ഞത്? ആലോചിച്ച് നിന്നപ്പോൾ കാർത്തൂൻ്റെ ഫോണിലേക്ക് അമ്മ വിളിച്ചു. ഇവിടെ അർജൻറ്റായിട്ട് മീറ്റിംഗ് ഉണ്ടെന്നും താൻ വരുമ്പോൾ ചിലപ്പോൾ ലേറ്റ് ആകുമെന്നും അവൾ വിമലയോട് പറഞ്ഞു. നീ എന്ത് വർത്താനാ പറയുന്നേ? അവരൊക്കെ വരും, നീ ഇല്ലാതെ എങ്ങനാ? അമ്മേ പ്ലീസ്, എനിക്ക് സംസാരിക്കാൻ പോലും ടൈമില്ല. ഇവിടെ വേറെ കമ്പനിയിലെ സാറുമാരാണ് വന്നിരിക്കുന്നത്. ഞാൻ വയ്ക്കുവാ. അവൾ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് തിരിഞ്ഞതും ധരൻ്റെ മുന്നിലേക്ക്. നീ ഹാഫ് ഡേ ലീവ് എടുത്ത് വയ്ക്കോ, ഇല്ലെങ്കിൽ സിദ്ധാർത്ഥ് നിന്നെ നോക്കി വെറുതെ വെള്ളം ഇറക്കി മടുക്കും. ധരൻ ഇരു കൈകളും പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് വെളിയിലേക്ക് നോക്കി പറഞ്ഞു. ഓക്കെ സാർ. അവൾ അവനെ കടന്നു പോകാൻ തുനിഞ്ഞതും ധരൻ അവളുടെ കൈക്ക് കയറി പിടിച്ചു. ഈ താലി ഊരിയിട്ട് പോകാം. തോന്നുമ്പോൾ കെട്ടാനും അതുപോലെ ഊരിയെടുക്കാനും നിങ്ങൾക്ക് കഴിയുമായിരിക്കും. അത്ര കണ്ട് വില മാത്രം നിങ്ങളിതിന് കാണുന്നുമുള്ളൂ. പക്ഷെ എന്നെപ്പോലെ ഒരു നാട്ടിൻപുറത്തുകാരി പെൺകുട്ടിക്ക് ഈ ഒരു മഞ്ഞ ലോകത്തിന് ഒരുപാട് മൂല്യവും ആർദ്രതയും കാത്തു സൂക്ഷിക്കുന്നതാണ്. രാഹുകാലമോ മുഹൂർത്തമോ ജാതകമോ പൊരുത്തമോ ഒന്നും നോക്കാതല്ലേ ഇതെൻ്റെ കഴുത്തിൽ അണിയിച്ചത്. ഇത് തൽക്കാലം എനിക്ക് അവകാശപ്പെട്ടതാണ്. അത് പറയുമ്പോൾ അവളെ കിതച്ചു. ഒപ്പം അവളുടെ ശബ്ദവും ഇടറി. മറ്റന്നാൾ ഞാൻ കാവി പോകുന്നുണ്ട്. ആരും കാണാതെ ഈ ദൂരെ അവിടുത്തെ ഭണ്ഡാരത്തിൽ സമർപ്പിച്ചോളാം. അതുവരേക്കും എൻ്റെ കൈകളിൽ ഇത് ഭദ്രമായി ഇരുന്നോളും. ധരനെ ഒന്ന് നോക്കിയിട്ട് അവൾ വേഗം അകത്തേക്ക് കയറിപ്പോയി. എന്നിട്ട് തൻ്റെ ബാഗ് എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അവൾ പോകുന്നത് നോക്കി ധരൻ നിന്നെടുത്ത് തന്നെ അങ്ങനെ നിന്നു. എന്തോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. തൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന താലിയിലേക്ക് മുറുക്കി പിടിച്ചുകൊണ്ട് കാർത്തു ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. എൻ്റെ കാവിലമ്മേ, ഇന്ന് എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്? ഒരിക്കലും എനിക്ക് അയാളെ ഭർത്താവായി അംഗീകരിക്കാൻ പറ്റില്ല. ഒരു പെണ്ണിനോട് പിടിച്ചു പറിച്ചു മേടിക്കുന്ന ഒന്നാണോ ഈ സ്നേഹവും പ്രണയവുമൊക്കെ? പല വിധത്തിലുള്ള വിചാരങ്ങൾ അവളുടെ മനസ്സ് നിറയെ. ഇടയ്ക്ക് കണ്ണ് നിറയുന്നുണ്ട്. സങ്കടം കൊണ്ട് അവളുടെ അധരം പോലും വിറകൊള്ളുകയാണ്.
ബസ്സിൽ നിന്നിറങ്ങിയ ശേഷം അവൾ തലനണിയിച്ച മഞ്ഞച്ചരടിക്കോർത്ത താലിയൂരി ബാഗിലേക്ക് ഒളിപ്പിച്ചു. കുപ്പിയിൽ നിന്നും വെള്ളമെടുത്ത ശേഷം മുഖമൊക്കെ നന്നായി കഴുകി. എന്നിട്ട് മൊബൈൽ ക്യാമറ ഓൺ ചെയ്ത് നോക്കി. ഇല്ല, നെറുകയിൽ ചുവപ്പൊന്നുമില്ല. അവൾ വേഗത്തിൽ വീട്ടിലേക്ക് നടന്നു. 2 കാറുകൾ വീടിൻ്റെ മുറ്റത്തായി കിടപ്പുണ്ട്. കുറച്ചാളുകളൊക്കെ ഉമ്മറത്തിരിക്കുന്നു. മിടിക്കുന്ന ഹൃദയത്തോടെ അവൾ മുറ്റത്തേക്ക് നടന്നു. ഉമ്മറത്തിരിക്കുന്ന പരിചിതനായ ആ വ്യക്തിയെ കണ്ടതും അവൾക്ക് ശ്വാസം പോലും വിലങ്ങി. ഗിരി, താൻ? കാർത്തു ശ്വാസം അടക്കിപ്പിടിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും മറ്റൊരാൾ കൂടി ഗിരിയുടെ അടുത്തേക്ക് വന്നു. താനിന്ന് ഓഫീസിൽ വെച്ച് സംസാരിച്ച സിദ്ധാർത്ഥ വർമ്മയായിരുന്നത്. ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? കാർത്തുവിന് തല ചുറ്റുന്ന പോലെ തോന്നി. കാർത്തിക, തനിക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇതാണ് ആ സർപ്രൈസ്. സിദ്ധാർത്ഥിനെ തൻ്റെ മുൻപിലേക്ക് നിർത്തിക്കൊണ്ട് ഗിരി പറയുമ്പോൾ എല്ലാവരും തന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്ക് യാതൊരു ഐഡിയയും കിട്ടിയിരുന്നില്ലല്ലേ? രാധചെറിയമ്മ വന്ന് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു. അവരെ നോക്കി ഒരു വിളറിയ ചിരിയോടെ അവൾ അടുക്കളയുടെ ഭാഗത്തേക്ക് നടന്നുപോയി. ദൈവമേ, ഇതെന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? അത് പറയുമ്പോൾ അവളുടെ ശബ്ദമിടറി. എനിക്കൊന്നും അറിയില്ല മോളെ. ഏതോ വലിയ കമ്പനിയുടെ മുതലാളിയാണെന്നൊക്കെ വിമല പറയുന്ന കേട്ടു. എനിക്ക് വിവാഹം വേണ്ട ദൈവമേ. മോളെ, അരുതാത്തതൊന്നും പറയില്ലേ കുട്ടി. സത്യമാണ് ദൈവമേ, എനിക്ക് അയാളെ വേണ്ട. അപ്പോഴേക്കും വിമല അവരുടെ അടുത്തേക്ക് വന്നു. പിന്നാലെ മറ്റു 2 സ്ത്രീകളും ഉണ്ടായിരുന്നു. മോളെ, ഇതാണ് സിദ്ധാർത്ഥിൻ്റെ അമ്മ. വിമല പറഞ്ഞപ്പോൾ കാർത്തു ഒന്ന് പുഞ്ചിരിച്ചു. ഞാൻ അമ്മായിയാണ് കേട്ടോ. അവൾ മെല്ലെ തലയാട്ടി. മോള് പോയി റെഡിയായി വരൂ. എൻ്റെ കുട്ടി എല്ലാവരോടും പറ്റിച്ചൂല്ലേ? സിത്തുവിൻ്റെ അമ്മ സ്നേഹത്തോടെ കാർത്തുവിൻ്റെ കയ്യിൽ പിടിച്ചു. രാധചെറിയമ്മയാണ് കാർത്തുവിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയത്. ചെറിയമ്മ വന്നു എന്നറിഞ്ഞാൽ പിന്നാലെ പായുന്നവളാണ്. കലപില സംസാരിച്ചുകൊണ്ട് അവരുടെ കൂടെ സദാ നേരവും കാണും. അവർ പോകുമ്പോൾ പടിപ്പുരവാതിക്കൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നവൾ. പക്ഷെ ഇന്ന് ഇത്രയും നേരമായിട്ടും ഒരക്ഷരം പോലും മിണ്ടാതെ അവൾ നിൽക്കുകയാണ്. തുടരും.